ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സാബി ഫുഡ് സ്റ്റോറീസിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നല്ല അട റെസിപ്പീൻ്റെ വീഡിയോ ആയിട്ടാണ്. നല്ല മീനടേൻ്റെ റെസിപ്പിയാണ്. വായിലിട്ടാൽ അലിഞ്ഞു പോകും. നല്ല നൈസായിട്ടുള്ള അടേൻ്റെ റെസിപ്പിയാണ്. എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നും തുടക്കക്കാർക്കും ഞാൻ നന്നായി വിശദീകരിച്ച് നല്ല മണി പോലെ പറഞ്ഞു തരാം. അപ്പോൾ ഞാനിവിടെ വെള്ളം ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ചൂടെന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പോൾ റേഷൻ അരിയിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മളെ കൈയിട്ടാൽ കൈ പൊള്ളരുത്, അയ്യൊരു ചൂടായിരിക്കണം. നമുക്ക് കൈ ഇടാനും പറ്റണം, എന്നാൽ പൊള്ളുകയും ചെയ്യരുത്. അയ്യൊരു ചൂടാണ് വേണ്ടത്. പച്ചവെള്ളത്തിൽ കുതിർത്തി കഴിഞ്ഞാൽ നമ്മൾ അട ഉണ്ടായിക്കഴിഞ്ഞാൽ അത്ര സോഫ്റ്റായി കിട്ടില്ല. അതുകൊണ്ടാണ് ഈ ഒരു രീതിയിൽ കുതിർത്തുന്നത്. ഇനി വെള്ളം ചൂടായിപ്പോയാലോ? വെള്ളം ചൂടായിപ്പോയാൽ നന്നായി കുതിർന്ന് പോയിട്ട് സോഫ്റ്റ്നെസ് കൂടിപ്പോവും. അപ്പോൾ ഇതിവിടെ 3 മണിക്കൂർ കുതിർത്തി വെച്ച് ഞാൻ നന്നായി കഴുകി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് രാത്രി ഉണ്ടാക്കുന്നതുണ്ടെങ്കിൽ ഉച്ചക്ക് കുതിർത്തി വെക്കാം. ഇനിയിപ്പോൾ രാവിലെ ഉണ്ടാക്കുന്നതെങ്കിൽ രാത്രി കുതിർത്തി വെച്ചാലും ഒരു പ്രശ്നവും ഇല്ല. അപ്പോൾ ഇനി ഇതിലേക്ക് ഞാൻ 2 കൈയുടെ അളവിനാണ് പറയുന്നത്. 2 കൈപ്പിടി തേങ്ങ ചേർത്തിട്ടുണ്ട്, തേങ്ങ ചിരവിയത്. പിന്നെ ഒരു 5-6 കൊച്ചുള്ളി ചേർത്തിട്ടുണ്ട്. കൊച്ചുള്ളി ചേർക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റ്. പിന്നെ ഒരു നുള്ള് ചെറിയ ജീരകം, ഒരു നുള്ളോ 1/2 സ്പൂണോ എത്ര വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇനി ആവശ്യത്തിന് ഞാനിവിടെ കല്ലുപ്പാണ് എടുത്തിട്ടിരിക്കുന്നത്. നന്നായി മിക്സ് ചെയ്ത് ഇത് അരച്ചെടുക്കുക. അപ്പോൾ നമ്മൾ ഈ ഒരു രീതിയിലാണ് ഒറോട്ടിക്കും പിന്നെ നെയ്പത്രിക്കും ഒക്കെ അരച്ചെടുക്കുന്നത്. അതുപോലെ തന്നെയാണ് ഈ അടക്കും ഞാൻ അരച്ചെടുക്കുന്നത്. വലിയ മിക്സ് ചെയ്യാണ്ട് ഫുള്ളായിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇപ്പോൾ ഇത് പുഴുങ്ങലരി ആയതുകൊണ്ട് അത്യാവശ്യത്തിന് വെള്ളം വേണം, അല്ലെങ്കിൽ സൗണ്ട് വരും മിക്സിക്ക്. അപ്പോൾ ഈ ഒരു ലെവലിൽ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം. തെരിയൊന്നും ഉണ്ടാകാൻ പാടില്ല. നല്ല നൈസായിട്ട് തന്നെ അരച്ചെടുക്കണം. അപ്പോൾ ഇത് നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതേ ഞാൻ കുതിർത്തി വെച്ച റേഷൻ കടയിലെ ഇതേ പുഴുങ്ങലരി നന്നായി കഴുകി മില്ലിന്ന് ഉണക്കി ഇതുപോലെ പൊടിപ്പിച്ച് വെക്കുന്നതാണ്. ഇതാണ് നമ്മൾ ഒറോട്ടിക്കൊക്കെ എടുക്കാറുള്ളത്. അപ്പോൾ അത് ഞാനിവിടെ ഒരു 6 ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ 1.5 കപ്പ് അളവിൻ്റെ കണക്കാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ എടുക്കുന്നതിനനുസരിച്ച് മാറ്റം വരും. എനിക്കിപ്പോൾ 6 ടേബിൾ സ്പൂൺ ചേർക്കുമ്പോഴേക്കും ഇത് നല്ല സോഫ്റ്റായിട്ട് തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട്. അങ്ങ് കല്ല് പോലെ കുഴച്ചെടുക്കരുത്, നല്ല സോഫ്റ്റായിട്ട് തന്നെ കുഴച്ചെടുക്കണം. അത് ഏതൊരു രീതിയാണെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങളെടുക്കുന്ന അളവിന് അനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം വരും. അപ്പം ഞാനിപ്പോൾ 1.5 കപ്പ് അളവിനാണ് ഉണ്ടാക്കുന്നത്. അളവാണ് നിങ്ങളോട് പറയുന്നത്. അപ്പോൾ കണ്ടില്ലേ, ഈ ഒരു സോഫ്റ്റ്നെസ്സിൽ വേണം നമ്മൾ കുഴച്ചെടുക്കാൻ. അപ്പോൾ നമ്മളെ മാവ് റെഡിയായി. അപ്പോൾ ഈ ഒരു രീതിയിൽ തന്നെയാണ് നമ്മൾ ഒറോട്ടിയും നെയ്പത്തിരിയും ഒക്കെ ഉണ്ടാക്കാറുള്ളത്. അപ്പോൾ പിന്നെ ഇല വേണം. ഇല നന്നായി കഴുകിയിട്ട് ഞാനിവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് മുന്നേ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് ഇതിലുള്ള വെള്ളമൊക്കെ പോയി കിട്ടും. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ഫില്ലിങ്ങിന് വേണ്ട മസാല റെഡിയാക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 4 വലിയ സവാളയും പിന്നെ ഒരു പച്ചമുളകും 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കുറച്ച് മല്ലിയില എടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ എടുത്തത് അയക്കൂറയാണ്. ചിലവർ നെയ്മീൻ എന്ന് പറയും, നമ്മളിതിന് അയക്കൂറ എന്ന് പറയുക. ഇത് മുള്ളൊന്നും ഇല്ലാതെ നല്ല പൊടിച്ചെടുക്കണം കൈകൊണ്ട് തന്നെ. അപ്പോൾ അയില വേണമെങ്കിൽ അയില എടുക്കാം. മുള്ള് കുറവുള്ള മീൻ എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ കൂടുതൽ ടേസ്റ്റ് തോന്നിയിട്ടുള്ളത് ഈ അയക്കൂറയിലാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഫില്ലിങ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഞാനിവിടെ ഓയിലാണ് ഒഴിച്ചത്. നിങ്ങൾക്ക് വെളിച്ചെണ്ണ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഞാൻ വെളിച്ചെണ്ണയിലും ചെയ്ത് നോക്കാറുണ്ട്, ഓയിലും ചെയ്ത് നോക്കാറുണ്ട്. അപ്പോൾ 1 ടേബിൾ സ്പൂൺ ഓയിൽ ചൂടായതിന് ശേഷം നമ്മളെ സവാളയും പച്ചമുളകും ഇട്ട് വഴറ്റുക. അപ്പോൾ നിങ്ങളൊക്കെ എരിവിനനുസരിച്ച് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നന്നായി സോഫ്റ്റ് ആകുന്നത് വരെ വഴറ്റിയെടുക്കാം.
അപ്പോൾ ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല, പിന്നെ ഒരു 1 സ്പൂണോ നിങ്ങൾക്ക് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു 1 സ്പൂൺ മുളക് പൊടി. അപ്പോൾ ഇത്രയും പൊടികൾ ചേർത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന സവാളയ്ക്ക് കണക്കായിട്ട് ഇൻഗ്രീഡിയൻസിന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം വരുത്തുക. അപ്പോൾ അതിൻ്റെ പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മല്ലിയിലയും കൂടി ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് നമ്മൾ പൊടിച്ച് വെച്ച മീനും കൂടി ചേർത്ത് കൊടുക്കാം. നല്ല ഫ്രഷായ മീൻ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോഴാണ് നമ്മൾ അട ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ. മത്തിയിലൊക്കെ ഉണ്ടാക്കിയാൽ വല്ലാതെ മുള്ളായിരിക്കും. അപ്പോൾ മക്കൾക്കൊന്നും കൊടുക്കാൻ നമുക്ക് കഴിയില്ല. അതുകൊണ്ട് മുള്ള് തീരെ കുറവുള്ള മീൻ എടുക്കുക. അയക്കുറയിൽ ഉണ്ടാക്കിയ നല്ല ടേസ്റ്റാണ്. അത് ഞാൻ ഒന്നുകൂടി പറയുന്നു, അയക്കുറയിൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ മസാല ഉണ്ടാക്കി കഴിഞ്ഞിട്ട് കുറച്ച് സമയം അവിടെ പൊത്തി വെച്ചാൽ മതി. അപ്പോൾ ഇലയൊക്കെ ഇതുപോലെ വെള്ളം ഉണ്ടെങ്കിൽ ഇതുപോലെ തുടച്ചെടുക്കുക. ഇനി നമുക്ക് ഓരോന്ന് കാണിച്ച് തരാം. നിങ്ങൾക്ക് കുറച്ച് വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഫില്ലിങ്ങൊക്കെ ഇവിടെ പാത്രത്തിലാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതുപോലെ നെയ്യ് തടവാൻ മറക്കരുത്. എന്നിട്ട് ആവശ്യത്തിന് നമ്മളെ ഇല എത്രയാണോ വലിപ്പമുള്ളത് അതിന് ആവശ്യത്തിനുള്ള വലിപ്പത്തിൽ ബോൾസാക്കി നല്ല നൈസായിട്ട് കൈകൊണ്ട് തന്നെ പരത്തിയെടുക്കുക. കട്ടി കൂടിയാൽ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. നല്ല നൈസ്, എത്ര നൈസാവുന്നോ നമ്മൾ ഇലക്കനുസരിച്ചിട്ട് നല്ല നൈസാക്കുക. എന്നിട്ട് ഇതുപോലെ ഫില്ലിങ് വെച്ച് മടക്കി കൊടുക്കാം. അപ്പോൾ തുടക്കക്കാരൊക്കെ കാണുന്നുണ്ടെങ്കിൽ അവർക്ക് കൂടി ഉപകാരമായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇത്ര ഡീറ്റെയിൽ ആയിട്ട് പറയുന്നു. അറിയുന്നവർ ഒന്ന് ക്ഷമിച്ചേക്കണേ. അപ്പോൾ കണ്ടില്ലേ, അപ്പോൾ ഇതുപോലെയാണ് റെഡിയാക്കി എടുക്കുക. അപ്പോൾ ഞാൻ ഒന്നുകൂടി എനിക്ക് കാണിച്ചു തരാം. വെളിച്ചെണ്ണയോ ഓയിലോ തടവാൻ മറക്കരുത്. എന്നിട്ട് ഇതുപോലെ നമ്മളെ ഇലേൻ്റെ വണ്ണത്തിനനുസരിച്ച് ബോൾസാക്കുക. എന്നിട്ട് ഇലക്കനുസരിച്ച് പരത്തിയെടുക്കുക. നൈസായിട്ട് ഉള്ള അടയാണ് കഴിക്കാൻ കൂടുതൽ ടേസ്റ്റ്. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുമ്പോൾ നല്ല നൈസായിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കുക. ഒരു കാര്യം എന്നോട് പറയാൻ വിട്ടുപോയി. അയക്കൂറ ഫ്രൈ ചെയ്തെടുത്തത് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ് ഇവ ചേർത്ത് വെളിച്ചെണ്ണയിൽ ഫ്രൈ ചെയ്തെടുത്തതാണ്. വേവിച്ചിട്ട് ചേർത്താൽ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. ഫ്രൈ ചെയ്തിട്ട് നമ്മൾ ഈ മസാലയിൽ മിക്സ് ചെയ്തെടുക്കുമ്പോഴാണ് നല്ലൊരു ടേസ്റ്റ്. അപ്പോൾ എല്ലാവരും അങ്ങനെ തന്നെ ചെയ്യാൻ നോക്കുക. അപ്പോൾ കൂടുതൽ കാണിച്ചിട്ട് ബോറടിപ്പിക്കുന്നില്ല. എല്ലാം ഒന്ന് റെഡിയാക്കി എടുത്തിട്ട് വരട്ടെ. അപ്പോൾ ഞാനിവിടെ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പച്ചെമ്പ് വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. ഞാനിവിടെ നമ്മൾ അപ്പച്ചെമ്പിന് കണക്കായിട്ടുള്ള വെച്ച് കൊടുക്കുക. ഞാനിവിടെ 3 എണ്ണം വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഓരോരോ ആവിച്ചെമ്പിന് കണക്കായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസം വരും. എനിക്കിത് 3 എണ്ണം ആവാൻ ഒരു 15 മിനിറ്റ് ടൈം എടുത്തിട്ടുണ്ട്. ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് ഞാൻ വെച്ചത്. ഒരു 15 മിനിറ്റ് ടൈം എടുത്തിട്ടുണ്ട് ഇതാവാൻ. അതിപ്പോൾ ഓരോന്നിൻ്റെ അനുസരിച്ച് മാറ്റം വരും. പിന്നെ ഇങ്ങനെ തൊട്ട് നോക്കിയാൽ അറിയാൻ പറ്റും കൈമേൽ ഒട്ടിപ്പിടിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന്. നമുക്ക് തുറന്നു നോക്കിയാൽ തന്നെ മനസ്സിലാവും വെന്തിനോ ഇല്ലയോ എന്നൊക്കെ. അപ്പോൾ ഇതുപോലെ എല്ലാം നമുക്ക് റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ അടവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, വായിലിട്ടാൽ അലിഞ്ഞു പോവും. ഈ ഒരു രീതിയിലുള്ള അടയാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വായിലിട്ടാൽ അലിഞ്ഞു പോകും എന്ന് പറയുന്ന ഒരു അടയാണ്. അപ്പോൾ റേഷൻ കടയിലുള്ള അരി വെച്ചിട്ടുണ്ടാക്കുമ്പോഴാണ് ഞാൻ ഈ പറഞ്ഞ രീതിയിൽ ഉണ്ടാക്കുന്നത്. നമ്മുടെ കടയിൽ വാങ്ങുന്ന വലിയ പൈസ കൊടുത്ത് വാങ്ങുന്ന പൊന്നിയരിയിൽ ചൂടുവെള്ളത്തിൽ ഉണ്ടാക്കാം. റേഷൻ അരി പെട്ടെന്ന് വെന്ത് വരും. പെട്ടെന്ന് വേവുന്ന അരിയല്ലേ റേഷൻ അരി. അതുകൊണ്ടാണ് കൈ കുത്തുന്ന ചൂട് മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ എന്ന് പറഞ്ഞത്.
അപ്പോൾ എനിക്ക് ഈ ഒരു 1.5 കപ്പ് അളവിന് എനിക്ക് 17 അട കിട്ടിയിട്ടുണ്ട്. അപ്പോൾ 3-4 പേർക്ക് സുഖമായിട്ട് കഴിക്കാം ഈ ഒരു രീതിയിൽ ഉണ്ടാക്കിയാൽ. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യുക, തീർച്ചയായും ഇഷ്ടപ്പെടും ഈ ഒരു ഫില്ലിങ്ങും ഈ ഒരു രീതിയിൽ ഉണ്ടാക്കിയാൽ. അപ്പോൾ എപ്പോൾ പറയുന്നത് പോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്തൊരു നല്ല നല്ല റെസിപ്പി വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരെ ബൈ ബൈ.